ഉച്ചയ്ക്ക് അർജുൻ്റെ ക്യാബിനിലായിരുന്നു ഡ്യൂട്ടി. എമിയുടെ കണ്ണുകൾ കാണുമ്പോൾ അർജുനിൽ അസ്വസ്ഥത തോന്നി തുടങ്ങി. പേഷ്യൻ്റെ ഫയൽ കൈമാറുന്നതിനിടയിൽ എമിയുടെ കൈതട്ടി ഫയൽ താഴെ വീണു. അതിന് അർജുൻ അവളെ കണ്ണുപൊട്ടുന്ന ചീത്ത വിളിച്ചു. അവൾക്ക് അതൊരുപാട് സങ്കടമുണ്ടാക്കി. നന്നേ തിരക്കുള്ള ദിവസമായിരുന്നു ഒ പി ഡി കഴിഞ്ഞപ്പോഴാണ് അർജുൻ എമിയെ ശ്രദ്ധിക്കുന്നത്. ആകെ വാടി തളർന്ന് നിൽക്കുകയാണ് അവൾ. അവളുടെ അടുക്കളയിൽ വന്നു നിന്നു. "ദീ, നീ വല്ലതും കഴിച്ചായിരുന്നോ?" ചോദിച്ചു തീരും മുന്നേ എമി അവൻ്റെ മേലേക്ക് ചാഞ്ഞു. അർജുൻ അവളെ താങ്ങി പിടിച്ച് അവിടെയായുള്ള അവൻ്റെ റിവോൾവിംഗ് ചെയറിലേക്ക് ഇരുത്തി. ടേബിളിൻ്റെ മുകളിലായിരുന്ന ഗ്ലാസും വെള്ളവും എടുത്ത് അവൻ അവളുടെ മുഖത്തേക്ക് കുടഞ്ഞു. അർജുൻ അവളുടെ കവിളിൽ തട്ടി വിളിച്ചു, "ഡീ ഡീ കണ്ണ് തുറക്ക്, പ്രിയ കണ്ണ് തുറക്ക്." പെട്ടെന്ന് അർജുൻ കൈകൾ പിന്നിലേക്ക് വലിച്ചു. എമി പതിയെ കണ്ണ് ചിമ്മി തുറന്നു. മുന്നിൽ നിൽക്കുന്ന അർജുനെ കണ്ട് അവൾ ചാടിപ്പിടഞ്ഞ് എഴുന്നേൽക്കാൻ പോയതും അർജുൻ അവളുടെ ഇരു ഷോൾഡറിൽ പിടിച്ച് അവിടെ ഇരുത്തി. ഇരിക്കുന്നിടത്ത് നിന്നും അനങ്ങിപ്പോകരുത്. അതൊരു താക്കീതായിരുന്നു. അവൻ മുട്ടുമുത്തി അവളുടെ മുന്നിലായിരുന്നു. അവളുടെ മുഖം പിടിച്ചുയർത്തി. ആ ഒരു നിമിഷം രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിലടഞ്ഞു. എമിക്ക് വയറിൽ അസഹ്യമായ വേദന അനുഭവപ്പെട്ടു. അവൾ ഒരു കൈ വയറിന് കുറുകെ വെച്ചു. എമിയുടെ ചുളിവുകൾ വീണ നെറ്റിത്തടം കാണെ അവൾക്ക് തീരെ വയ്യ എന്ന് അർജുന് മനസ്സിലായി. അവൻ എമിയോട് ചോദിച്ചു, എന്തു പറ്റി? അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല. "ഡീ." അതൊരു അലർച്ചയായിരുന്നു. അത് കേട്ടതും എമി ഒന്ന് ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. "നിന്നോടല്ലേ ഞാൻ സംസാരിക്കുന്നത്." പെട്ടെന്ന് എമി പറഞ്ഞു, "സർ, എനിക്ക് വയറ് വേദനിക്കുന്നു, സഹിക്കാൻ പറ്റുന്നില്ല." എമി പറയുന്നത് കേൾക്കെ അർജുൻ അവിടെ നിന്നും എഴുന്നേറ്റു. ക്യാബിനിൽ സെറ്റ് ചെയ്തിട്ടുള്ള കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. അർജുൻ്റെ റൂമിൽ നിന്നും കോളിംഗ് ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കെ ക്ലീനിങ് സ്റ്റാഫ് രമണി ഓടിപ്പടഞ്ഞ് അവിടേക്ക് ചെന്നു. അവരോട് അർജുൻ ഹോട്ട് വാട്ടർ ബാഗ് കൊണ്ടുവരാനായി പറഞ്ഞു. കേൾക്കേണ്ട താമസം രമണി തലയും കുലുക്കി പുറത്തേക്ക് ഓടി. രമണി സൂപ്പർവൈസറിനോട് പറഞ്ഞ് ഹോട്ട് വാട്ടർ ബാഗ് തരപ്പെടുത്തി. അതുമായി അർജുൻ്റെ റൂമിലേക്ക് നടന്നു. റൂം നോക്ക് ചെയ്തു. അർജുൻ ഡോർ തുറന്നതും മുന്നിൽ രമണി വിത്ത് ഹോട്ട് വാട്ടർ ബാഗ്. അവൻ അത് കൈനീട്ടി വാങ്ങി. "താങ്ക്സ്." അതും പറഞ്ഞ് അവൻ റൂം ലോക്കാക്കി അകത്തേക്ക് നടന്നു. എമിയുടെ അടുത്തേക്ക് ചെന്ന് അവളോട് പറഞ്ഞു, "ഇത് പിടിക്ക്, വയറുവേദനയുള്ള ഭാഗത്തേക്ക് വെച്ചോളൂ, അല്പം ആശ്വാസം കിട്ടും." എമി ഹോട്ട് വാട്ടർ ബാഗ് കയ്യിലേക്ക് വാങ്ങി. അപ്പോഴും അവൾ അവൻ്റെ മുഖത്തു നിന്നും കണ്ണുകൾ മാറ്റിയില്ല. അർജുന് ദേഷ്യം വരാൻ തുടങ്ങി. "ഞാൻ ഇതെന്തൊക്കെയായി ചെയ്യുന്നേ? ആരാ ഇവൾ? തനിക്കിത്രയും വേദനിക്കാൻ? തൻ്റെ ഹോസ്പിറ്റലിലെ വെറുമൊരു സ്റ്റാഫ്. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? അവളെ തട്ടി വിളിക്കുമ്പോൾ ഞാൻ എന്തിനാ അവളെ പ്രിയ എന്ന് വിളിച്ചത്?" അർജുൻ അപ്പോൾ അബിയുടെ വാക്കുകൾ ഓർമ്മ വന്നു. അവൾ പ്രിയയല്ല, എമിയാണ്. അവനൊരു നിമിഷം കണ്ണുകൾ അടച്ചു നിന്നു. അർജുന് എമിയുടെ അടുത്തേക്ക് പോകണമെന്നുണ്ട്. എങ്കിലും അവൻ്റെ മനസ്സ് അവനെ അതിൽ നിന്നും പിറകിലേക്ക് വലിച്ചു. പുറംതിരിഞ്ഞ് പോകാൻ തുടങ്ങിയതും അർജുൻ്റെ പിന്നിൽ നിന്നും എന്തോ വീണുടയുന്ന പോലെ ശബ്ദം കേട്ടു. വീണ്ടും അവൻ്റെ വായിൽ നിന്നും പ്രിയ എന്ന നാമം പുറത്തേക്ക് വന്നു. അതും പറഞ്ഞ് അവൻ വെട്ടിത്തിരിഞ്ഞ് അവളുടെ അടുത്തേക്ക് പാഞ്ഞു. അർജുൻ എമിയുടെ അടുത്തേക്ക് ചെന്നതും എമി പേടിച്ച് വിറച്ച് മിഴികൾ ഉയർത്തി അവനെ ഇന്ന് നോക്കി. അവനോട് പറഞ്ഞു, "സോറി സാർ, സോറി. എനിക്ക് അല്പം വെള്ളം കുടിക്കാൻ തോന്നി, പക്ഷേ ഗ്ലാസ് കയ്യിൽ നിന്നില്ല." അർജുൻ എമിയെ ആകെ മൊത്തത്തിൽ നോക്കി. പേടിച്ച് വിറയ്ക്കുന്ന കൈതടം, വിറയ്ക്കുന്ന ചെഞ്ചുണ്ട്, ചുവന്നു തുടുത്ത കവിൾത്തടങ്ങൾ, കലങ്ങിയ കണ്ണുകൾ, കരഞ്ഞിട്ടെന്നോണം അല്പം തടിച്ച കൺപോള. അവൻ അവളുടെ കൈകളിൽ കൈ ചേർത്ത് വെച്ചു അവളോടായി പറഞ്ഞു, "റിലാക്സ് എമി, ഒരു ഗ്ലാസ് അല്ലേ. താൻ എന്തിനാ ഇത്ര ചെറിയ കാര്യത്തിന് ഇത്രയും നെർവസ് ആവുന്നേ?" അർജുൻ അവളെ ശകാരിക്കും പോലെ പറഞ്ഞു. അവളുടെ കൈകളിൽ പിടിച്ച് പതിയെ അവിടെ നിന്നും എഴുന്നേൽപ്പിച്ചു. "വാ, അതിൽ ചവിട്ടാതെ പയ്യെ വാ." അവൾക്ക് വയറ് നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു. എമി മടിച്ച് അവൻ്റെ കൈകളിൽ കൈ ചേർത്തു. ഒരു കൈ അവൻ്റെ ഷോൾഡറിൽ കൂടി വെച്ചു. അവളുടെ ആ ഒരു പ്രവൃത്തിയിൽ അർജുൻ ഒന്ന് പതറി. ഇത്രയും അടുത്ത് ആദ്യമായിട്ടാണ് പ്രിയ അല്ലാതെ മറ്റൊരു പെണ്ണ്. അവൻ അവളിൽ നിന്ന് നോട്ടം മാറ്റി. എമി ഭിത്തിയിൽ ചാരി നിന്നു. അർജുൻ ക്ലീനിങ് സ്റ്റാഫിനെ വിളിച്ചതും അവർ വന്ന് അതെല്ലാം വൃത്തിയാക്കി അവിടെ നിന്നും പോയി. എമിക്ക് തല ചുറ്റുന്ന പോലെ തോന്നി. അവൾ അർജുൻ സാർ എന്ന് വിളിക്കാൻ തുടങ്ങിയതും പക്ഷേ പുറത്തു വന്നത് അജു എന്നാണ്.
ആ ഒരു വിളിയിൽ അർജുൻ ഒന്ന് ചലിക്കാൻ പോലും സാധിക്കാത്ത വിധം അങ്ങനെ തറഞ്ഞു നിന്ന് പോയി. അപ്പോൾ എമി ബോധം പറഞ്ഞ് താഴേക്ക് വീണു. അർജുൻ അവളെ ഇരു കൈകൾ കോരിയെടുത്ത് അവിടെയായി സെറ്റ് ചെയ്തിട്ടുള്ള എക്സാമിനേഷൻ ടേബിളിലേക്ക് കിടത്തി. അപ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത് അവളുടെ പിറകിൽ പറ്റിയിരിക്കുന്ന ചുവന്ന കറ. അർജുൻ പുറത്തേക്ക് ഇറങ്ങാൻ പോയതും ഡോറിൽ ആരോ നോക്ക് ചെയ്തു. അവൻ ഡോറ് തുറന്നതും മുന്നിൽ കാർത്തിക. അവൾ അർജുനെ ആ സമയം അവിടെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അകത്തേക്ക് വരൂ. അത് കേട്ടതും കാർത്തിക പയ്യെ പയ്യെ അർജുൻ്റെ കൂടെ അകത്തേക്ക് കയറി. അപ്പോൾ അവൾ കാണുന്നത് ബെഡിൽ കിടന്ന് ഉറങ്ങുന്നത് പോലെ കിടക്കുന്ന എമിയാണ്. അമ്പടി കേമി, നീ ഇവിടെ കിടന്ന് ഉറങ്ങുന്നോ? കാവലായി ഹോസ്പിറ്റലിൻ്റെ CEO ഡോക്ടർ അർജുൻ. ഇനി എന്ത് വേണം? മനുഷ്യൻ ഇവിടെ പട്ടിപ്പണിയെടുത്ത് നടുവും പൊക്കാൻ വയ്യാതെ നിന്നെ വിളിക്കാൻ വന്നപ്പം ഒരുത്തി ഇതാ AC-യുടെ കീഴിൽ സുഖനിദ്ര. അർജുൻ അവൻ്റെ ഫോണെടുത്ത് ദിവ്യയുടെ നമ്പർ ഡയൽ ചെയ്തു. ഡി, നീ എൻ്റെ ക്യാബിൻ വരെ ഒന്ന് വാ. ഇവിടെ എമി തലചുറ്റി വീണു. അത് കേട്ടതും ദിവ്യ പറഞ്ഞു, പാവം പിള്ളേർ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. രാവിലെ വന്നതാണ് ഡ്യൂട്ടിക്ക്. നിൻ്റെ റൂമും ഫുള്ളും അവരെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിച്ചു. രാവിലെ 10 മണിക്ക് നിൻ്റെ OPD സ്റ്റാർട്ടാകും. അപ്പോൾ മുതൽ ഒരു നിൽപ്പ് നിൽക്കാൻ തുടങ്ങിയതായിരിക്കും. അതെ, ദേഷ്യവും പകയും ഒക്കെ അവളോട് വേണ്ട. അതിന് അവൾ നിൻ്റെ പ്രിയല്ല, എമിയാണ്. അവൾ വല്ലതും കഴിച്ചായിരുന്നോ? നീ അവളോട് ചോദിച്ചിരുന്നോ? ഒരു നിമിഷം അർജുൻ അവൻ്റെ കൈ കൂട്ടിപ്പിടിച്ച് തലക്കിടിച്ചു. ഛേ, ഞാൻ എന്ത് മനുഷ്യനാണ്, അവൻ മനസ്സിലായി പറഞ്ഞു. അർജുൻ ദിവ്യയോട് പറഞ്ഞു, അത് ഞാൻ നോക്കിക്കോളാം. നീ വേഗം താഴേക്ക് വാ. എന്തോ അവളുടെ കിടത്തം എന്നെ. അവൻ എന്തോ പറയാൻ വന്നതും സ്വബോധം വന്നതുപോലെ അവനത് വിഴുങ്ങി. കോള് കട്ട് ചെയ്ത് അർജുൻ ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടു. കാർത്തികയുടെ നേരെ തിരിഞ്ഞു അവൻ. ഡോ, താനെന്താ ഡ്രീമിങ്ങിലാണോ? തൻ്റെ പേരെന്താ? കാർത്തിക, അവൾ മറുപടി കൊടുത്തു. അർജുൻ തുടർന്നു. തൻ്റെ ഫ്രണ്ട് ഒന്ന് തലചുറ്റി വീണു. അവൾക്ക് ചെറിയൊരു ഞരക്കം മാത്രമേ ഉള്ളൂ. അയ്യോ എന്നും പറഞ്ഞ് കാർത്തിക അവളെ കുലുക്കി വിളിച്ചു. ബി, എമി മോളെ. അത് കേട്ടതും എമി ഒന്ന് ഞരങ്ങി വീണ്ടും ചുരുണ്ടുകൂടി. ഡോ, താനും തൻ്റെ ഫ്രണ്ടും വല്ലതും കഴിച്ചിരുന്നോ? അർജുനത് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അത് കേട്ടതും കാർത്തികയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇല്ല എന്നവൾ തല ചലിപ്പിച്ചു. മുഖത്ത് നോക്കി സംസാരിക്കണം പെൺകുട്ടികളായാൽ. ആ പറ, എന്തുകൊണ്ട് കഴിച്ചില്ല? കാർത്തിക അതിന് മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല. അർജുൻ അവൻ്റെ വലത് കൈ അവൾക്ക് നേരെ നീട്ടി. ഫ്രണ്ട്സ്. അത് കേട്ടതും കാർത്തികയ്ക്ക് ഉള്ള കിളികളെല്ലാം പറന്നു പോകുന്നത് പോലെ തോന്നി. എന്നാൽ അവൾ അതിനെയെല്ലാം വരുതിയിലാക്കിക്കൊണ്ട് തൊട്ടില്ലെന്ന പോലെ അവൻ്റെ വിരൽത്തുമ്പിൽ തൊട്ടു. കാർത്തിക പറഞ്ഞു തുടങ്ങി. സുധാമണി എന്ന തങ്ങളുടെ ഇൻചാർജ്, അവർക്കെല്ലാ സപ്പോർട്ടും കൊടുക്കുന്ന സാലി എന്ന നേഴ്സിംഗ് സൂപ്രണ്ട് രാവിലെ ഡ്യൂട്ടിക്ക് കയറിയത് ആണ് സർ. ടീ ബ്രേക്ക് ഞങ്ങൾക്ക് മാത്രം തരില്ല. ഫുഡ് കഴിക്കുന്ന ടൈമിൽ എല്ലാവരും പോയി കഴിക്കും. ഞങ്ങൾക്ക് മാത്രം ഒരു റിലീവറിനെ തരില്ല. OPDയിലാണേ 6:30 ഞങ്ങൾ ഇവിടെ നിന്ന് പോകാൻ. ഇവിടെയാണ് ഡ്യൂട്ടിയെങ്കിൽ ഫുഡ് കഴിപ്പ് ഒന്നും നടക്കില്ല. പിന്നെ ഹോസ്റ്റലിൽ പോയാണ് കഴിക്കുന്നത്. ഞങ്ങൾക്ക് രണ്ടാൾക്കും അത് ശീലമായി. ഇന്നിവൾക്ക് ഇതെന്താ പറ്റിയതെന്ന് അറിയില്ല. പാവം. കാർത്തികയുടെ കണ്ണുകൾ അനുസരണയില്ലാതെ നിറഞ്ഞൊഴുകി. അർജുൻ തിരക്കി. നിങ്ങളോട് രണ്ടാളോട് മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ? അതിന് അവൾ അതെ എന്ന പോലെ തല ചലിപ്പിച്ചു. റീസൺ വല്ലതുമുണ്ടോ അതിന്? അർജുൻ അത് ചോദിക്കാതിരിക്കാൻ അവന് കഴിഞ്ഞില്ല. അറിയില്ല സർ. പലപ്പോഴും അവർ ഞങ്ങൾ മലയാളികളായതുകൊണ്ടാണ് ഇഷ്ടമല്ലാത്തതെന്ന് പറയാറുണ്ട്. അതും പറഞ്ഞ് കാർത്തിക വെറുതെ എമ്മി കിടക്കുന്ന വീട്ടിലേക്ക് നോക്കിയതും പാതി മയങ്ങിയ കണ്ണുകളുമായി അവളെ തറപ്പിച്ച് നോക്കുന്ന എമിയാണ് കാണുന്നത്. സുഭാഷ്, ഇവൾക്ക് ബോധം വന്നാ എങ്കിൽ എന്നെ ഇന്നിവിടെ പഞ്ഞിക്കിടും. ഉറപ്പാ. അല്ലെങ്കിലും ഞാൻ എന്ത് കാണിച്ചാലും പറഞ്ഞാലും തക്ക സമയത്ത് ഇവളവിടെ പ്രത്യക്ഷപ്പെടും. കാർത്തിക നോക്കുന്നിടത്തേക്ക് അർജുൻ നോക്കി. പാതി മയങ്ങിയ കണ്ണുകളും വാടിയ മുഖവുമായി എമി. എന്തോ അവൻ്റെ മനസ്സൊന്ന് പിടഞ്ഞു. അപ്പോഴാണ് റൂം തുറന്ന് ദിവ്യ അകത്തേക്ക് വന്നത്. അവൾ അർജുനോട് പുറത്തേക്ക് നിൽക്കാൻ ആവശ്യപ്പെട്ടു. അത് കേട്ടതും അവൻ ഫോണുമെടുത്ത് പുറത്തേക്ക് പോയി. ദിവ്യ എമിയെ തറപ്പിച്ച് നോക്കി. എന്തോന്നാ പിള്ളേരെ ഇത്? കഴിക്കേണ്ട സമയത്ത് ഫുഡും കഴിക്കില്ല. എന്ത് കോലമാണ് രണ്ടിൻ്റെയും. കാർത്തിക ദിവ്യയും വട്ടം പിടിച്ച് സ്നേഹം പ്രകടിപ്പിച്ചു. എന്നാൽ ദിവ്യ രണ്ടുപേരെയും തല്ലുന്ന പോലെ ആംഗ്യം കാണിച്ചു. എമി ഒരു വാടിയ പുഞ്ചിരിയാൽ ഇതെല്ലാം നോക്കി കണ്ടു കിടന്നു. ദിവ്യ അവളുടെ കയ്യിൽ കൊണ്ടുവന്ന മെഡിസിൻ എല്ലാം ടേബിളിലേക്ക് വെച്ചു. എമിയെ പരിശോധിച്ചു. അവൾ പറഞ്ഞു, ഡേറ്റാണ് ചേച്ചി.
ആണോ? സേഫ്റ്റി പാഡ് ഉണ്ടോ? ചേഞ്ച് ചെയ്തോ നീ? അവൾ ഇല്ല എന്ന പോലെ തല ചലിപ്പിച്ചു. അയ്യോ, എൻ്റെ കയ്യിലുമില്ല. വിഷമിക്കണ്ട, ഞാൻ ആയെ വിട്ട് ഫാർമസിയിൽ നിന്നും വാങ്ങിത്തരാം. ഇപ്പോൾ ഒരു ട്രിപ്പ് ഇടണം, നിൻ്റെ ക്ഷീണമൊന്ന് മാറാൻ. അത് കേട്ടതും എമി ഓക്കെ എന്ന് തംസപ്പ് കാണിച്ചു. ദിവ്യ അവൾക്ക് ക്യാനിലിട്ട് അതിൽ ട്രിപ്പ് കണക്ട് ചെയ്തു. പെട്ടെന്ന് റൂമിൽ നോക്ക് ചെയ്യുന്ന സൗണ്ട് കേട്ടതും കാർത്തിക ഡോറ് തുറന്നു. അവിടെ 2 കൈയിൽ കവറുമായി നിൽക്കുന്ന അർജുൻ. ദിവ്യ, എമിയും കാർത്തികയും ഞെട്ടി പണ്ടാരം അടങ്ങി. 3 പേരും അവനെ തന്നെ കണ്ണുകളെടുക്കാതെ നോക്കി നിന്നു. അർജുൻ അവൻ്റെ കയ്യിലിരുന്ന കവറുകൾ കാർത്തികയുടെ കയ്യിലേക്ക് കൊടുത്തു. ദിവ്യ, നീ ഇവിടെ ഉണ്ടാകുമല്ലോ. ഞാൻ മുകളിലത്തെ എൻ്റെ റൂമിലുണ്ടാകും. എന്താവശ്യം ഉണ്ടായിരുന്നാലും ലാൻഡ് ലൈനിലോ എൻ്റെ ഫോണിലേക്കോ വിളിക്കാം. എന്നെ വിളിക്കാൻ മടിക്കേണ്ടതില്ല. അത് പറയുന്നത് ദിവ്യയോടാണെങ്കിലും കണ്ണുകൾ എമിയിലായിരുന്നു. അർജുൻ, ഞാൻ ഇവിടെയുണ്ട്, എവിടെയും പോകില്ല എന്ന് കണ്ണുകൾ കൊണ്ട് എമിയോട് പറഞ്ഞു. അതിനവൾ ഒരു ചെറുപുഞ്ചിരി അവനെ സമ്മാനിച്ചു. അർജുൻ ഡോറടച്ച് പുറത്തേക്ക് പോയതും കാർത്തിക അവൻ കൊണ്ടുവന്ന കവറുകൾ പരിശോധിക്കാൻ തുടങ്ങി. ഒന്നിൽ ഫുഡുകൾ അടങ്ങിയ ബോക്സായിരുന്നു. അവൾ ഫുഡിൻ്റെ ബോക്സ് ടേബിളിലേക്ക് എടുത്തു വെച്ചു. അടുത്ത കവറിൽ കൈയിട്ട് ഒരു പൊതി കയ്യിലേക്ക് എടുത്തു. ഇതെന്താ, ബ്രെഡാണോ? അതും പറഞ്ഞ് അവൾ പൊതി തുറന്നു. അതിലെ സാനിറ്ററി പാഡ് കാണെ കാർത്തിക അവളെയും പാഡും ദിവ്യയും മാറി മാറി നോക്കി. നോക്കണ്ട, ഞാനൊന്നും സാറിനോട് പറഞ്ഞിട്ടില്ല. എനിക്ക് വയറുവേദന വന്നതുകൊണ്ട് സാർ വാങ്ങിയിട്ട് വന്നതാകും. പിന്നെ നീ പലപ്പോഴും മറക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ മെഡിക്കൽ പ്രൊഫഷനാണ് എടുത്തിരിക്കുന്നത്. അർജുൻ സാർ ഒരു ഡോക്ടറും. എന്തോ അവൾക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് നല്ലത് എന്ന് തോന്നി. തങ്ങളെ കൂടാതെ ഇപ്പോൾ ഈ റൂമിൽ ദിവ്യ മാഡം ഉണ്ട്. ദിവ്യ മാഡം ഞങ്ങൾക്ക് സ്വന്തം ചേച്ചിയെ പോലെയാണ്.